ഇപ്പോൾ നമ്മോടൊപ്പം നിർമ്മാതാവ് ശ്രീ നെൽസൺ ഐപ്പ് കൂടിയുണ്ട്. ശ്രീ ഐപ്പ്, കേൾക്കാമോ? അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ചില വശങ്ങളുണ്ട് ഇതിൽ. ഒന്ന്, ഇത് സീതാദേവിയുമായി ബന്ധപ്പെട്ടതോ ഏതെങ്കിലും പുരാണ കഥകളുമായി ബന്ധപ്പെട്ടതോ ആയ സിനിമയല്ല. ഇതിലൊരു പേരായാണ് രൂപം കൊള്ളുന്നത്. ഇവിടെ രഞ്ജി പണിക്കർ പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. കാരണം ഏതെങ്കിലും മതത്തിൻ്റെ ഭാഗമായ പേരുകളാണ് ഇന്ന് നിലനിൽക്കുന്ന പേരുകളെല്ലാം. അത് ഈ നാടിൻ്റെ പരിമിതിയാണ്. ഇങ്ങനെ എല്ലാവരും ഇറങ്ങി പുറപ്പെട്ടാൽ കഥാപാത്രത്തിന് നമ്പർ ഇടേണ്ടി വരും എന്ന് പറയുന്നു. അതിൽ തന്നെ എല്ലാം ഉള്ളടങ്ങിയിട്ടുണ്ട് രഞ്ജി പണിക്കരുടെ ആ പ്രതികരണത്തിൽ. കോടതിയിൽ ഇപ്പോൾ അതിന് സമാനമായ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ സെൻസർ ബോർഡ് നേരിടുകയും ചെയ്യുന്നത്. ശ്രീ ഐപ്പ്, എങ്ങനെയാണ് ഇതിനെ കാണുന്നത് നിർമ്മാതാവ് എന്ന നിലയിൽ കൂടി? അല്ല, ഞാൻ കാണുന്നത് ഇതിന്റെ ഒരു സത്യം പറഞ്ഞാല് ഇത് വെറുതെ ഉണ്ടാക്കിയ ഒരു സെൻസർ ബോർഡിന്റെ ഒരു വിവാദമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഈ രഞ്ജി പണിക്കർ പറഞ്ഞ പോലെ ഏത് പേരെടുത്താലും ഒരു ദൈവത്തിന്റെ പേരോ അല്ലെങ്കിൽ ദൈവത്തിന്റെ അനുനായികളുടെ പേരോ അല്ലെങ്കിൽ മറ്റേ ഇപ്പൊ പറയുന്നത് പര്യായമാണെന്ന്. പര്യായം എന്ന് പറഞ്ഞ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ അർത്ഥം. അപ്പോ ആ അർത്ഥത്തിലേക്കൊക്കെ ഇതിനെ കൊടുന്നാൽ നമുക്ക് എങ്ങനെ ഒരു സിനിമ എടുക്കാൻ പറ്റും, നമുക്ക് എങ്ങനെ ഒരു സിനിമയുടെ കഥാപാത്രമായി മാറാൻ പറ്റും. പിന്നെ ഞാനിപ്പോ ഈ ഇതിന്റെ ഗൂഗിളിൽ അടിച്ചു നോക്കുമ്പോ ഈ JSK എന്ന് പറഞ്ഞ പടത്തിന് ഇതിന്റെ എല്ലാ മെറ്റീരിയലും അല്ലെങ്കിൽ ഒരു കണ്ടന്റ്, ഇതിന്റെ നായകൻ സുരേഷ് ഗോപി, നമ്മുടെ ഇപ്പോഴത്തെ സഹമന്ത്രി, ഡയറക്ടർ ഏതോ ഒരു പ്രവീൺ കുമാറോ റൈറ്ററോ പ്രവീൺ കുമാർ, അങ്ങനെ എല്ലാവരും, നിർമ്മാതാക്കള് പ്രവീൺ കുമാർ, അല്ലെങ്കിൽ ഈ കഥ എഴുതിയ ആള്, അഭിനയിച്ച ആള്, നമ്മുടെ നായിക, ഇവരൊക്കെ ഹിന്ദുക്കളാണ്. ഇവർക്ക് ഒരു ബോധമില്ലാണ്ടാണോ ഈ പടത്തിൽ അഭിനയിച്ചത്? അപ്പൊ ഇവർ അഭിനയിക്കുമ്പോ ഇവരിത് ശ്രദ്ധിച്ച് ഇതിന്റെ കഥ കേട്ട് അവർക്ക് തൃപ്തിപ്പെട്ടിട്ടല്ലേ ഇവര് സിനിമ എടുക്കുക. പിന്നെ ഒരാളിൽ നിന്നുണ്ടാവുന്നതല്ല ഈ സിനിമയുടെ കണ്ടന്റും കഥയും. എല്ലാവരും കൂടി ആലോചിച്ച് ഒന്നിൽ കൂടുതൽ ഇതിന്റെ ഒരു ബോർഡ് ആൾക്കാര്, ഡയറക്ടർ, റൈറ്റർ, അതുപോലെ എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ഈ കഥ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ഡിസ്കസ് ചെയ്തിട്ടാണ് ഒരു സിനിമ ഉണ്ടാക്കുക. പിന്നെ ഇതിന്റെ ചെലവുകള്, ഞാനൊരു നിർമ്മാതാവ്, എനിക്ക് അതിന്റെ വിഷമം അറിയാം. കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ സിനിമ ഒന്ന് റിലീസിന് വേണ്ടി നമ്മൾ സെൻസർ ബോർഡിലേക്ക് പോവുക. അപ്പൊ സെൻസർ ബോർഡിൽ നിന്ന് വെറുതെ ഒരു കോറിയിട്ട് ഇന്ന പേര് മാറ്റണം, അവരുടെ പണി കഴിഞ്ഞു. ഈ പേര് മാറ്റുമ്പോ തന്നെ എന്തൊക്കെ അതിൽ ചെയ്യേണ്ടി വരും എന്നറിയോ? ഒരു സെൻസർ ഭാഗം മാറ്റിയാൽ അല്ലെങ്കിൽ പേര് മാറ്റിയാൽ വേറെ പേര് കൊണ്ടുവരണം. ആ പേരിനനുസരിച്ച് ആയിരിക്കില്ല ആ കഥ വീണ്ടും വരിക. അപ്പൊ ഇതൊക്കെ എത്രയോ ലോസുകൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഇത് മാറുക. മാത്രമല്ല, ഈ കഥാപാത്രത്തിന്റെ പേര് ജാനകി എന്നാണെങ്കിൽ ഈ പേര് മാറ്റണമെങ്കിൽ, ആ കഥാപാത്രത്തിന്റെ പേര് മാറ്റണമെങ്കിൽ ഈ സിനിമ ഉടനീളം റീ എഡിറ്റ് ചെയ്യണ്ടേ ശ്രീ ഐപ്പ്? റീ എഡിറ്റ് ചെയ്ത മാത്രമല്ല, ചിലപ്പോൾ അതിൽ കണ്ടന്റ് ഉണ്ടായിരിക്കില്ല, റഷ് ഉണ്ടാവില്ല, ചിലപ്പോൾ വീണ്ടും റീഷൂട്ട് ചെയ്യേണ്ടി വരും. അവിടെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതും നമുക്കൊരു എക്സ്പെൻസ് ആയിട്ട് മാറില്ലേ. തന്നെയല്ല, ഒരു 25 കോടി ഉൾപ്പെടെ സിനിമയാണെങ്കിൽ വീണ്ടും 10, 15, 10 കോടി വീണ്ടും ചെലവാക്കേണ്ടി വരും. അപ്പൊ ഈ നഷ്ടം ആര് തരും? ഇതൊക്കെ ഭയങ്കര നമ്മുടെ സ്വാതന്ത്ര്യത്തെ ശരിക്കും ഹരിക്കുന്ന ഒരു സംഭവമായിട്ട് തന്നെയാണ് എനിക്കിതിൽ കാണുന്നത്. അല്ല, ഇത്രയൊക്കെ ആയിട്ടും കേന്ദ്ര സഹമന്ത്രിയാണല്ലോ ഇതിലെ കേന്ദ്ര കഥാപാത്രം ചെയ്യുന്ന സുരേഷ് ഗോപി. ഒരക്ഷരം ഒഴിഞ്ഞിട്ടില്ല ശ്രീ ഐപ്പ്. അതെന്താ വെച്ചാല് മൂപ്പരുടെ അദ്ദേഹത്തിന്റെ ലിമിറ്റേഷനുകളോ അല്ലെങ്കിൽ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന പാർട്ടിയോ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ നോമിനേഷൻ ആണല്ലോ ഈ സെൻസർ ബോർഡിലെ മെമ്പേഴ്സ്. അപ്പോ അത് എന്താണെന്നുള്ളത് സുരേഷ് ഗോപി സാറിനോട് തന്നെ ചോദിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ മുന്നേ വന്നിട്ട് പ്രതികരിക്കേണ്ട ആള്. കാരണം ആ പടത്തിന്റെ നായകൻ, അതിന്റെ എല്ലാ അവാർഡ് കിട്ടുന്ന ഒരു പടമാണെങ്കിൽ അത് അദ്ദേഹത്തിനാണ് കിട്ടുക. അതുപോലെ അദ്ദേഹത്തിനാണ് ഇതിന്റെ പേര്. മാത്രമല്ല, ഈ ലോകത്തുള്ള എല്ലാ വിഷയങ്ങളിലും ആംബുലൻസ് പിടിച്ചു പോയി അഭിപ്രായം രേഖപ്പെടുത്തുന്ന ആളാണ് സുരേഷ് ഗോപി. ഈ വിഷയത്തിലില്ല. അതാണ് പ്രശ്നം. മുണ്ടാത്തത് ഭയങ്കര ദൗർഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് അതിന് പ്രതികരിക്കേണ്ട ഒന്നാമത്തെ ആള് ഇദ്ദേഹമാണ്. ഇദ്ദേഹവും അതിന്റെ ഡയറക്ടറും അതിന്റെ പ്രൊഡ്യൂസറും 3 പേരാണ് രംഗത്തേക്ക് വരേണ്ടത്. പക്ഷെ ഇന്ന് ഞങ്ങൾ എടുക്കുന്ന സമരം എനിക്ക് തോന്നുന്നത് വളരെ വിജയകരമായി തന്നെ അവര് അമ്മ മെമ്പേഴ്സ്, ഞങ്ങളുടെ പ്രൊഡ്യൂസർ മെമ്പേഴ്സ്, അതുപോലെ ഫെബ്കയുടെ ഡയറക്ടേഴ്സ് എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഒരു കൂട്ടായ്മ ഇതിൽ ഒന്നും കൂടി രൂപപ്പെട്ടു എന്ന് അതും കൂടി എനിക്ക് ഈ അവസരത്തിൽ പറയാൻ എനിക്ക് അത് പറ്റി. കാരണം ഞങ്ങൾ ഒരുമിച്ച് നിൽക്കണം, ഒരുമിച്ച് നിന്നാൽ എന്തും പോരാടാം. ഇന്ന് കോടതിയുടെ വിധി വന്നിട്ടുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഈ ജാനകി പേര് മാറ്റണമെന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഇന്ന് ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സെൻസർ ബോർഡ് എന്തിനാണ്, അല്ലെങ്കിൽ സെൻസർ ബോർഡിന്റെ റീസൺ പറയണ്ടേ? എന്താണ് ഈ പടം ഈ പേര് മാറ്റണം എന്ന് പറയേണ്ട ഒരു പ്രിന്റഡ് ഫോമോ അല്ലെങ്കിൽ അതിന്റെ ഒരു മേറ്ററോ അതൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. ആരാണ് ഇതിന്റെ പരാതിക്കാരൻ?
ആരാണിത് ഇത് അറക്കാൻ പാടില്ല എന്ന് പറയുന്നത്? അങ്ങനെ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഇത് വല്ല മതസ്പർദ്ധയോ ഒന്നും ഉണ്ടാക്കുന്ന ഒരു സംഭവമല്ല. അങ്ങനെ ഒരു സംഭവം ഒരു മതവാദികളും അത് പ്രതികരിച്ചിട്ടില്ല. എല്ലാവരും കൂട്ടായിട്ടാണ് പറയണത് ഇത് ശരിയല്ല, തെറ്റാണ്, ഇത് ന്യായീകരണമല്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. തീർച്ചയായും.